ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നെബോ പർവ്വതത്തിൽ വെച്ച് മോശയുടെ ഐഹിക ജീവിതം അവസാനിക്കുന്നതാണ് നാം കഴിഞ്ഞ ചില ധ്യാന പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. നെബോ പർവ്വതം, പർവ്വതങ്ങൾ, പർവ്വത ശിഖരങ്ങൾ, മലമേടുകൾ, തിരുവചനത്തിലെ മലകൾ, തിരുവചനത്തിലെ പർവ്വതങ്ങൾ. നെബോ പർവ്വതം, മോശ നെബോയിലേക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം കയറിപ്പോവുകയാണ്. നാം വായിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് നാം കാണുന്നത്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 4-ാം വാക്യം. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും ഞാൻ നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ. ഞാനത് നിൻ്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. ദൈവം പറയുകയാണ്, നെബോയുടെ മുകളിലേക്ക് തൻ്റെ ദാസനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് തൻ്റെ ദാസനോട് ദൈവം പറയുകയാണ്, അങ്ങ് ദൂരെ യോർദാനപ്പുറമുള്ള പാലും തേനും ഒഴുകുന്ന മനോഹരമായ ദേശം, നല്ല ദേശം ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോവിനോടും ഞാൻ നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ. നിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്ത ദേശം ഇതാണ്. ഞാൻ വാഗ്ദത്ത ഭൂമി അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു, അതിതാണ്. വാഗ്ദത്ത ദേശം ഇതുതന്നെ. ഞാനത് നിൻ്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിക്കുമ്പോൾ 50-ാം വാക്യം മുതൽ ഇപ്പോൾ കാണുന്നു, എന്തുകൊണ്ടാണ് മോശയ്ക്ക് അവിടെ കടന്നു പോകാൻ കഴിയാഞ്ഞതെന്ന്. 50-ാം വാക്യം മുതൽ. നിൻ്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജനത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായ കൊണ്ടും തന്നെ, എന്നെ മഹത്വപ്പെടുത്തായ കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല. ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നു മോശയുടെ അകൃത്യം എന്ന് കഴിഞ്ഞ വചന ശുശ്രൂഷയിൽ നാം ധ്യാനിക്കുകയുണ്ടായി. എന്തായിരുന്നു മോശയുടെ അകൃത്യം? മോശയുടെ അവിശ്വാസം. മോശയുടെ അവിശ്വാസത്തിൻ്റെ ആദികാരണം എന്താണ്? സ്വയമഹത്വം. അയ്യോ, മോശയെപ്പോലെ ശ്രേഷ്ഠനായ ദൈവദാസന് സ്വയമഹത്വമോ? വാസ്തവത്തിൽ സ്വയമഹത്വം എന്ന് പറഞ്ഞ ഒന്ന് മോശയ്ക്ക് ഇല്ലെന്നേ നമുക്ക് തോന്നൂ. ശരിയാണ്, ഒരല്പത്തിലുള്ളതായ വീഴ്ച. ദൈവത്തിന് സ്തോത്രം. ഒരല്പത്തിലുള്ളതായ പാകപ്പിഴ. ദൈവമക്കളെ, മഹത്വത്തിൻ്റെ പൊടി പോലും നമ്മിൽ ഏറ്റുവാങ്ങാതെ സകല മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് കൊടുത്താൽ അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മഹത്വത്തിൻ്റെ ഒരംശവും ഞാൻ എന്ന് പറയുന്ന വ്യക്തി എടുക്കാതിരിക്കട്ടെ. സ്തോത്രം. ദൈവമക്കളാരും എടുക്കാതിരിക്കട്ടെ. ദൈവത്തിന് മഹത്വം കരയേറ്റുക. സ്നേഹിത, നീ ഇന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലേ? നിനക്ക് ഒരു മാനസാന്തരം കിട്ടിയ ദൈവത്തിൻ്റെ കൃപയല്ലേ? വചനത്തോട് നിനക്കൊരു ആസക്തി വന്നത് ഒരു കൃപ, അതല്ലേ ദൈവത്തിൻ്റെ കൃപ? വചനത്തോട് നിനക്കൊരു ആഗ്രഹം വന്നത്, വചനം കേൾക്കാൻ നിനക്ക് ഒരു താല്പര്യം തോന്നിയത്. എത്രയോ പേർക്ക് വചനം കേൾക്കാൻ സാധിക്കുന്നില്ല, വചനം കേൾക്കണമെന്ന് തോന്നുന്നില്ല, വചനശുശ്രൂഷയിലേക്ക് വരാൻ പോലും എത്രയോ പേർക്ക് മനസ്സില്ല. മോനെ, നിനക്ക് വചനശുശ്രൂഷയിലേക്ക് വരാൻ സാധിച്ചു. മോളെ, നിനക്ക് വചനം കേൾക്കുമ്പോൾ ഉള്ളു കത്തുന്ന അനുഭവം ഉണ്ടായി. യദൂഥൂൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ ഇങ്ങനെ പാടി, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ഹൃദയത്തിന് ചൂട് പിടിക്കുന്നു. ധ്യാനത്തിങ്കൽ തീ കത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉള്ളത്തിൽ തീ കത്തുക സത്യമാണത്. സാക്ഷാൽ ആത്മാവുള്ള ദൈവമക്കളെ കാണുമ്പോൾ ഉള്ളിൽ തീയാണ്. ഉള്ളിൽ എന്തൊരു തീയാണെന്നോ, എന്തൊരു സുഖമാണെന്നോ, തീയുടെ ചൂടാണെന്നോ. ആത്മാവിലുള്ള ദൈവമക്കളോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്,
അങ്ങനെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് സംസാരിക്കുന്നത് സമയം പോകുന്ന അറിയില്ല. അതാണ് കൂട്ടായ്മ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആശയോടെ പറയട്ടെ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ ഈ കൂട്ടത്തിന് ആ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹം, ദൈവമക്കളോടൊരു സ്നേഹം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂട്ടായ്മയോട് സ്നേഹം, ദൈവവചനത്തോട് സ്നേഹം ദൈവം തന്നിട്ടുണ്ട്. എല്ലാം ദാനമല്ലേ? എത്രയോ പേർക്ക് കിട്ടാത്തതാണിത്. നിങ്ങൾക്കൊരു ചോദ്യം വരുന്നില്ല, മത്സരം വരുന്നില്ല, നല്ലത്. നിങ്ങൾക്ക് സംശയം വരുന്നില്ല, ഇതങ്ങനെ തന്നെയോ? സംശയമില്ല. ഇത് യേശുക്രിസ്തു തന്നെയോ സംസാരിക്കുന്നത്? സംശയമില്ല. പണ്ട് കോരിന്തിലെ ദൈവമക്കൾക്ക് അങ്ങനെ സംശയം ഉണ്ടായി. കോരിന്തിലെ ദൈവമക്കൾ 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവോ? അവിടെയുള്ള ദൈവമക്കൾ കൃപാവരമുള്ളവരാണ്. അവിടെയുള്ള ദൈവമക്കൾ അന്യഭാഷയുള്ളവരാണ്. അവർക്ക് ദർശനമുണ്ട്. 9 കൃപാവരങ്ങളും ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച സഭയാണ് കോരിന്ത്യ സഭ. പക്ഷേ ആ കോരിന്ത്യ സഭയിലെ ദൈവമക്കൾ ഇടയ്ക്ക് ചിലർ ചിന്തിച്ചു, യേശുക്രിസ്തു തന്നെയാണോ ഈ സെൻറ്റ് പോളിൽ കൂടി പറയുന്നത്? ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നു. നിങ്ങൾ അതിന് തെളിവ് നോക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. ഇത് ക്രിസ്തു തന്നെയോ? ക്രിസ്തുവിൻ്റെ വചനം തന്നെയോ? ഇങ്ങനെയൊക്കെ ക്രിസ്തു പറയുമോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഭാഗ്യവശാൽ നിങ്ങൾക്ക് എല്ലാം വിശ്വസിക്കാനൊരു കൃപ കിട്ടി, എല്ലാം അംഗീകരിക്കാനൊരു കൃപ കിട്ടി. വചനം കേട്ടപ്പോൾ ഉള്ളു തകരാനിടയായി. വചനം കേൾക്കുമ്പോൾ ഉള്ളു തകരണമോ? വിശ്വാസം വേണം. വചനം കേൾക്കുമ്പോൾ തീരുമാനങ്ങൾ വരണമോ? വിശ്വാസം വേണം. ദൈവത്തെ വിശ്വാസം വേണം, ദൈവവചനത്തെ വിശ്വാസം വേണം, ദൈവമക്കളെ വിശ്വാസം വേണം. ദൈവമക്കളെക്കുറിച്ച് മുൻവിധിയും ചോദ്യവുമായിരുന്നാൽ ഒന്നും തലയിൽ കയറില്ല, ഒന്നും പ്രയോജനം കിട്ടുകയില്ല. വചനം കേട്ടുപോകും, കുറേ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കും, ഒന്നും തലയിലിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, മോശ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചു, അകൃത്യമായി പോയി. മോശയ്ക്ക് ആഗ്രഹം നല്ലതായിരുന്നു, നല്ല ആഗ്രഹങ്ങൾ. കർത്താവേ, എനിക്ക് ഒന്ന് അവിടെ കാൽ ചവിട്ടാനിടയായ കൊള്ളാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത്, എനിക്ക് അവിടെ ഒന്ന് കാൽ ചവിട്ടാനിടയായെങ്കിൽ ഞാൻ ഈ ജനത്തെ ഈ 40 കൊല്ലമായിട്ട് ഞാൻ അവർക്ക് നിൻ്റെ തിരുവചനം കൊടുത്ത് നടത്തിക്കൊണ്ട് വരികയല്ലേ, എനിക്ക് അവിടെ നിന്ന് പ്രവേശിക്കാൻ, അവിടെ നിന്ന് കാലി ചവിട്ടാനിടയായെങ്കിൽ നന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണമോ? മോശ 90-ാം സങ്കീർത്തനം എഴുതുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിങ്ങളിലേക്കാകുന്നു. അവിടെ മോശ പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആഗ്രഹം സാധിപ്പിച്ചു തരണമേ എന്നാണ്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടൊരു കാര്യം പറയാം. ആഗ്രഹം സാധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, നല്ല ആഗ്രഹം സാധിക്കുന്ന ദൈവമുണ്ട്. 145-ാം സങ്കീർത്തനത്തിലല്ലേ, അതിൻ്റെ 19-ാം വാക്യമല്ലേ, 145-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഞാൻ വായിച്ച് രോമാഞ്ചമണിഞ്ഞിട്ടുണ്ട്. 145-ാമത്തെ സങ്കീർത്തനം 19-ാം വാക്യം, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ദൈവമക്കളെ, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം, തൻ്റെ ഭക്തന്മാരുടെ ആശ നിവർത്തിക്കുന്ന ദൈവം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. 37-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സ്തോത്രം. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. സ്തോത്രം. എന്ത് ഉറപ്പാണ്! ദാവീദിന് എന്തൊരു ധൈര്യമാണ്! നല്ല ആഗ്രഹങ്ങൾ, ശുഭകരമായ ആഗ്രഹങ്ങൾ, ദൈവം പ്രസാദിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരട്ടെ. ദൈവം പ്രസാദിക്കുന്ന ആഗ്രഹങ്ങൾ. 27-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, ദാവീദ് പറഞ്ഞു, കർത്താവ്, എനിക്കൊരു വലിയ ആശയുണ്ടല്ലോ, ഒരു വലിയ ആശ. നിൻ്റെ മനോഹരത്തെ എനിക്കൊന്ന് കാണണം, നിൻ്റെ ആലയത്തിൽ എന്നും പാർക്കണം, നിൻ്റെ കൂടാരത്തിൽ എനിക്ക് വസിക്കണം. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും
എൻ്റെ ആയുഷ്കാലം ഒക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സ്തോത്രം. ദാവീദിന് അനുഭവമുണ്ട്. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. സ്തോത്രം. ഞാൻ അവൻ്റെ കൂടാരങ്ങൾ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരവരുളയണമേ. എൻ്റെ മുഖം അന്വേഷിപ്പിയെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിക്കും ദൈവം. പക്ഷേ മോശയുടെ ഈ നല്ല ആഗ്രഹം സാധിച്ചില്ല. നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിക്കും ദൈവം. ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് നിങ്ങൾ പാപം കൂടാത്തൊരു ജീവിതം നയിക്കുമെന്ന് കർത്താവിന് ഉറപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാം. തെറ്റല്ലാത്ത ആഗ്രഹങ്ങൾ പറയാം. ദൈവം പ്രസാദിക്കുന്ന ആഗ്രഹങ്ങൾ പറയാം. പരീക്ഷ പാസ്സാകുന്ന കാര്യം പറയാം. പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി പറയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കടം മാറിക്കിട്ടാൻ വേണ്ടി പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ശാപങ്ങൾ നീങ്ങാൻ വേണ്ടി പറയാം. ദൈവത്തോട് ഉള്ളു തുറന്ന് പറഞ്ഞു കൊടുക്കൂ. നിങ്ങളെല്ലാം ദൈവത്തോട് ഇങ്ങനെ എണ്ണി എണ്ണി പറയൂ. ദൈവത്തിന് സ്തോത്രം. എല്ലാം കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്നൊരു ദൈവമുണ്ട്. എല്ലാറ്റിനും പരിഹാരം തരാനും പ്രശ്നത്തിന് പരിഹാരം തന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും മനസ്സിലുള്ള ഒരു ദൈവമുണ്ട്. എൻ്റെ സ്നേഹിതരെ, ഈ ദൈവം അത്ര നല്ലവനാണ്. ഈ ദൈവം അത്ര ഉന്നതനാണ്. അവൻ സർവ്വവല്ലഭനാണ്, സർവ്വശക്തനാണ്. അവനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനായി നിങ്ങൾ കൈക്കൊള്ളുവീൻ, നിങ്ങൾ വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. മോശ ദൈവത്തെ അവിശ്വസിച്ചു. മോശ ദൈവ ജനത്തോട് അമർഷത കാണിച്ചു. മോശ ദൈവജനത്തോട് അമർഷത്തോടെ സംസാരിച്ചു. മോശ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ അടിച്ചു, 2 പ്രാവശ്യം അടിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ജീവനുള്ള ദൈവത്തെ മുൻനിർത്തി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് മുൻഗണന ദൈവത്തിന് കൊടുത്ത് മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ചെലവഴിച്ചാൽ ഭാഗ്യം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ആത്മീയം അഭ്യസിപ്പിച്ച പരിശുദ്ധ പിതാവ് എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ എത്രത്തോളം യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് സ്നേഹിക്കണം. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ച് എത്രത്തോളം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധനാകാൻ പറ്റുമോ അത്രത്തോളം പരിശുദ്ധനാകണം. ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് എത്രത്തോളം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ പറ്റുമോ അത്രത്തോളം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എനിക്ക് ചെലവഴിക്കപ്പെടണം. ഏറ്റവും നല്ല ആഗ്രഹം അതാണ്. ഏറ്റവും നല്ല ആഗ്രഹം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക, യേശുക്രിസ്തുവിനെ സകലത്തിലുപരിയായി സ്നേഹിക്കുക, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധനായി തീരുക, പൂർണ്ണ പരിശുദ്ധനായി തീരുക, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി സമ്പൂർണ്ണമായി ഈ ആളത്വം, എൻറ്റയർ ടോട്ടൽ പേഴ്സണാലിറ്റി യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുക. സ്തോത്രം. സഹോദരങ്ങളെ, ഈ ആഗ്രഹം നിങ്ങൾക്ക് വന്നോ? എന്നാൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചോദിക്കാം. എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക്? എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? എല്ലാം ചോദിക്കാം. നിങ്ങളുടെ മക്കളുടെ കാര്യം ചോദിക്കാം, നിങ്ങളുടെ വിവാഹകാര്യം ചോദിക്കാം, മോളുടെ വിവാഹകാര്യം, മോൻ്റെ വിവാഹകാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. മക്കളുടെ കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ വീട് പണിയാനായിട്ട് തറയിട്ടു, മേലോട്ട് പണിയാൻ മാർഗം കാണുന്നില്ല, മഴക്കാലം അടുത്ത് വരുന്നു, എന്ത് ചെയ്യും? ഭാരപ്പെടുന്നവർ പലരും എന്നോട് പറയാറുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ പോംവഴി? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചിരുന്നൊരു ദൈവമുണ്ട്. വിവാഹം കഴിഞ്ഞ് 5-8 വർഷമായി കർത്താവേ,
ഒരു കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ. മോനെ, നിൻ്റെ നല്ല ആഗ്രഹം സാധിച്ചിരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ആ ഒരു ദൈവമുണ്ട്. അത് എത്ര പറഞ്ഞാലും എനിക്ക് തീരുകയില്ല. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയും. എന്താണ് പ്രവാചകൻ പറയുന്നതെന്നോ? ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയും, എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? എൻ്റെ ആവലാതി, ഇതിനെന്താ പോംവഴി? എനിക്കൊരു പരിഹാരമുണ്ടോ എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഹബക്കൂക്ക് 2:1 മുതൽ, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്നും കാണേണ്ടത് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരവരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സ്തോത്രം. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. ദൈവമക്കളെ, മടുത്തു പോകരുത്. ഞാനിങ്ങനെ ഒരു വാക്ക് തനിയെ ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവേ, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് വിധവയ്ക്ക് ന്യായം പാലിച്ച് തരണമേ. സ്തോത്രം. പാവപ്പെട്ട വിധവ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയായിരുന്നു. പാവപ്പെട്ട വിധവ, ദൈവമേ, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് പാവപ്പെട്ട വിധവയ്ക്ക് ന്യായം പാലിച്ച് തരണമേ. സ്തോത്രം. ഞാനതോടെ എമ്പുരാനോട് പറഞ്ഞു. എൻ്റെ കരുണയുള്ള കർത്താവ് അത് കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം ആദ്യം കാണാം. പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മുട്ടിപ്പോയി. വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. കൈകൾ വിശുദ്ധമാകട്ടെ, കണ്ണുകൾ വിശുദ്ധമാകട്ടെ, ഹൃദയം ശുദ്ധമാകട്ടെ, ഹൃദയം നിഷ്കളങ്കമാകട്ടെ, ദുരുദ്ദേശരഹിതമാകട്ടെ, ദുരുദ്ദേശമില്ലാത്തതാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നിർമ്മല ഹൃദയത്തോടെ, നിർമ്മല മനസാക്ഷിയോടെ പ്രാർത്ഥിപ്പീൻ. നിർമ്മല മനസാക്ഷി. നിങ്ങൾ പറയൂ, സാറേ എനിക്ക് സാധിക്കുന്നില്ല, കാരണം ഞാൻ പിന്നെയും തെറ്റ് പറ്റുന്നു, പിന്നെയും എനിക്ക് പാവം വരുന്നു, ഞാൻ തീരുമാനം എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. മോനെ, നീ ആവശ്യക്കാരനല്ല, നീ അത്യാവശ്യക്കാരനല്ല. ആവശ്യക്കാരനാണെങ്കിൽ നീ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അത്യാവശ്യക്കാരനാണെങ്കിൽ നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കും, നീ വിശുദ്ധി പാലിക്കും. ഒട്ടും സംശയിക്കണ്ട. വിശുദ്ധന്മാരായി നിൽപ്പീൻ. വിശുദ്ധി ദൈവത്തിൻ്റെ ആലയത്തിന് ഉചിതം തന്നെ. ദൈവത്തിന് സ്തോത്രം. മോശ ആ വാക്ക് കേട്ട് ഉള്ള നടുങ്ങി, പക്ഷെ മിണ്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മോശയുടെ ഉള്ളം അല്പം നൊന്തു, പക്ഷേ എല്ലാം തിരിഹിതം. മോശയ്ക്കറിയാം ഈ ദൈവത്തിന് എന്നെ സ്നേഹമാണെന്ന്. അതൊരു നല്ല കാഴ്ചപ്പാടാണ്. ഈ ദൈവത്തിന് എന്നെ സ്നേഹമാണെന്ന് മോശയ്ക്കറിയാം. അല്ലെങ്കിൽ അന്ന് ആ പെരുവെള്ളത്തിൽ തീർന്നു പോകേണ്ടതല്ലേ എൻ്റെ ജീവിതം. ഹല്ലേലൂയ. നീലനദിയിലെ ഓളങ്ങളിൽപ്പെട്ട് ഞാൻ അണപ്പെട്ടി ഒഴുകിപ്പോയപ്പോൾ എന്നെ കോരിയെടുത്ത ദൈവത്തിന് എന്നോട് സ്നേഹമില്ലെങ്കിൽ എന്നെ എന്തിനു കോരിയെടുത്തു? മോശയ്ക്കറിയാം എൻ്റെ ദൈവം നല്ലതേ ചെയ്യൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അന്ന് പാവം മോശ അറിഞ്ഞില്ല, മോശ അത് കണ്ടില്ല, മോശയ്ക്ക് ദൈവം വചനം കൊടുത്തില്ല. കനാൻ നാട് നീ ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. കനാൻ നാട്ടിൽ നിത്യനായ ദൈവം താബോറിൻ്റെ മുകളിൽ ഇറങ്ങി വന്നപ്പോൾ ജീവനുള്ള ദൈവത്തെ കാണാൻ മോശയും ഏലിയാവും ഇറങ്ങി വന്നു. സ്തോത്രം. കനാൻ നാട്ടിലേക്ക് മോശ വന്നു കേട്ടോ, കാൽ ചവിട്ടി കേട്ടോ. എൻ്റെ സഹോദരങ്ങളെ, അത് ഇനിയൊരവസരത്തിൽ പറയാം. കനാൻ നാട്ടിലേക്ക് ജീവനുള്ള ദൈവം മോശയെ കൊണ്ടുവന്നു. ഇറങ്ങി കാൽ ചവിട്ടാൻ ദൈവം അവസരം കൊടുത്തു.
ദൈവത്തിൻ്റെ വിശ്വസ്തത, ഹല്ലേലൂയ! ദൈവത്തിൻ്റെ സ്നേഹം, അനന്തമോഹനമായ സ്നേഹം, മധുരാർദ്രമായ സ്നേഹം, നിത്യോജ്വലമായ സ്നേഹം. സഹോദരങ്ങളെ, ഒന്നും മറക്കുന്നതല്ല ഈ ദൈവം. നീ വിട്ടതും വെറുത്തതും ദൈവം കണ്ടിട്ടുണ്ട്. സ്തോത്രം. മോനെ, നീ നിന്ന് ഏറ്റോ, നീ പഴി ഏറ്റോ, നീ ആക്ഷേപം ഏറ്റോ, നീ പരിഹാസത്തിന് ശരവ്യമായോ, പരിഹാസത്തിനിരയായോ, ദൈവത്തിന് സ്തോത്രം. ഒന്നും മറക്കില്ല. എൻ്റെ ദൈവം എല്ലാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗീയോന്നതത്തിൽ സിയോൻ പുരിയിൽ ദൈവത്തിന് സ്തോത്രം. പളുങ്കടൽ തീരത്ത് നടക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ വിശുദ്ധന്മാരിൽ അഗ്രഗണ്യനായി നടക്കുമ്പോൾ, അപ്പോൾ മോശെ ഓർത്തു, ദൈവമേ, നീ എന്നും വിശ്വസ്തനാണല്ലോ, നീ എന്നും നല്ലവനാണല്ലോ, ഈ നിസ്സാര നീ അനുഗ്രഹിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നിങ്ങളുടെ ഹൃദയം എന്തു പറയുന്നു ഇപ്പോൾ? നിങ്ങൾക്ക് ഈ യേശു നല്ലവനാണെന്ന് തോന്നുന്നുണ്ടോ? അവൻ്റെ രക്തത്താലുള്ള പാപക്ഷമ കിട്ടാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഇവിടെ വെച്ച ഈ പാപക്ഷമ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവം മാനിക്കുന്നൊരു ജീവിതം നയിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഓട്ടം ഓടി തേക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ കാലം തേക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. ഞാൻ നിങ്ങളോട് പറയും, അത് നാളേക്ക് മാറ്റി വയ്ക്കേണ്ട. ഈ പാപക്ഷമം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാപിക്കാം. അതാണ് കർത്താവായ യേശുക്രിസ്തു തിരുരക്തത്താൽ നേടിത്തന്ന രക്ഷ. അതാണ് യേശുക്രിസ്തു ക്രൂശ് മരണത്താൽ നേടിത്തന്ന വിടുതലതാണ്. യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ നേടിത്തന്ന പാപക്ഷമയതാണ്. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്നും, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ വെണ്മയായിത്തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവം ഇന്നിതാ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞതെല്ലാം മായ്ച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞതെല്ലാം എല്ലാം നിശേഷം നീക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട്, മകനെ, നിന്നൊരു പുതിയ സൃഷ്ടിയാക്കി തീർക്കാം, എൻ്റെ മകളെ, നിനക്കൊരു പുതിയ ജീവിതം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനിതാ നിന്റെ അരികിൽ വന്ന് കെഞ്ചുകയാണ്. അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ, അവനോട് വാക്ക് പറയുവീൻ. നാഥാ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നാഥനായി സ്വീകരിപ്പീൻ, അവൻ രക്തത്താലുള്ള കഴുക പ്രാപിപ്പീൻ, അവൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിപ്പീൻ, അവനോടുള്ള നിതാന്ത സഹിത്വത്തിൽ മുന്നോട്ട് പോകുവീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭക്തശിരോമണിയായ മോശയെക്കുറിച്ച് ധ്യാനിച്ചല്ലോ കർത്താവേ. തന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഒരു സമാധാനത്തിൻ്റെ അന്ത്യത്തിലേക്ക് എൻ്റെ നാഥ ഞങ്ങളെയും അവിടെ നടത്തുന്നതിനായി സ്തോത്രം. ഈ പരദേശ പ്രയാണകാലം നിസ്സാരമെന്നും ക്ഷണികമെന്നും എല്ലാം ഞങ്ങൾക്ക് ഓർക്കുവാനുള്ള കൃപ തന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപക്ഷമ പ്രാപിച്ചുകൊണ്ട് പാപമില്ലാത്തവരായി ജീവിപ്പാനുള്ള പുതുകൃപയും പുതിയ ബലവും പുതിയ ശക്തിയും പുതിയ നൽവരങ്ങൾ നിന്റെ മക്കൾക്ക് നൽകണമേ. ഭവനങ്ങളെ സമാധാനത്തിൽ കാക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഈ വചനം കേട്ട രോഗികളുടെ മേൽ എൻ്റെ പിതാവിൻ്റെ കരം വെക്കണമേ കർത്താവേ. യേശുവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം കർത്താവേ നിന്റെ ഈ മക്കളുടെ മേൽ വെക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തിലേക്ക് ശാന്തിയും സമാധാനവും ഒഴുകിയെത്തണമേ. ഭാരത്തോടിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. ശാപങ്ങൾ മാറ്റണമേ. രോഗങ്ങൾ നീക്കണമേ. ആവശ്യക്കാരെ സന്ദർശിക്കണമേ. നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. പുതിയ സൃഷ്ടികളായി ജീവിക്കാനുള്ള നൽവരം നൽകണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.